ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ആ ഒരു പ്രത്യാഘാതം എന്നോണം ഇന്ന് നിഫ്റ്റി ഏകദേശം 1.24% ഇടിഞ്ഞാണ് ഒടുവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,865 ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു പാനിക് സെല്ലിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. 24,600 ലെവൽ വരെ താഴോട്ടേക്ക് നിഫ്റ്റി പോയിരുന്നു. അവസാന സമയങ്ങളിലാണ് ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് 24,800 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ടുകൾ സേഫ് ഹെവനിലേക്ക് മാറ്റുന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഗോൾഡ് സിൽവർ പ്രൈസിൽ കാണാൻ കഴിയും. കാരണം ഗോൾഡിൻ്റെ ഗ്ലോബലായിട്ടുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ $5,392 പെർ ഔൺസ് ആണ്. ഇന്ന് ഏകദേശം 2.16% ആണ് അത് ഉയർന്നത്. സിൽവർ ആണെങ്കിൽ $95.15 പെർ ഔൺസ് ആണ് മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 1.59% ഒരു അപ്സൈഡാണ് ഇന്ന് സിൽവറിലും കാണുന്നത്. അതേപോലെ ഈ ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് നമുക്ക് കാണാൻ കഴിയും. അത് $78 പെർ ബാരൽ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം 7% ഒരു വർധനമാണ് ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിലും ഈ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 91.49 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ നമ്മൾ കാണുന്നത്. അപ്പോൾ നാളെ ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്, ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവധി നമ്മളൊരു അനുഗ്രഹമായിട്ട് വേണം കാണാൻ. കാരണം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാത്തതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നമുക്കൊരു സാവകാശം ലഭിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്ലോബലി നടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി രൂപീകരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു അവറിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഇറാൻ്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയും അവരുടെ വെപ്പൻ്റെ ഒരു സ്റ്റോക്ക് എത്രമാത്രം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്. ഇപ്പോൾ ഇറാൻ്റെ പക്കലുള്ള നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ 10,000-കണക്കിന് ഡ്രോണുകളും അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഇറാൻ ഏകദേശം 300-ലധികം മിസൈലുകൾ പ്രയോഗിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ തോതിൽ ആക്രമണം തുടർന്നാൽ ഏകദേശം 3 മുതൽ 6 മാസം വരെ വലിയ തോതിലുള്ള ഒരു മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ഇറാന് സാധിക്കും. ഇതുകൂടാതെ ഇറാൻ്റെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഷാഹേദ് ഡ്രോണുകൾ അത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാനെ സഹായിക്കും. ഇറാൻ്റെ ഭൂഗർഭ ഫാക്ടറികളിൽ പ്രതിമാസം 100 കണക്കിന് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൂടാതെ ഇവരുടെ ഒരു കരസേന എന്ന് പറയുന്ന 6,10,000 ആക്റ്റീവ് ആർമിയും അതുപോലെ അതിലും കൂടുതലായിട്ടുള്ള റിസർവ് ആയിട്ടുള്ള സൈനികരും ഉള്ളതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൽ ഇവർക്ക് കുറേ കാലം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനോ അമേരിക്കയോ പോലെ ശക്തമായ ഒരു വ്യോമസേന ഇല്ലാത്തതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ അവർ കൂടുതൽ അസിമെട്രിക് വാർഫെയർ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു വാർ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുക. ഇപ്പോൾ ഹോർമിസ് കടലിടുക്ക് തടയൽ അതൊരു പ്രധാനപ്പെട്ട ഒരു തുരുപ്പ് ചീട്ടാണ് ഇവരുടേത്. കാരണം ലോകത്തിലെ എണ്ണയുടെ ആ ഒരു സപ്ലൈയുടെ 20% നടക്കുന്നത് ഈ ഒരു കടൽ ഇടുക്കിന് ഇടയിലൂടെയാണ്. അപ്പോൾ ഇത് തടയുന്നതിലൂടെ ഗ്ലോബലായിട്ട് ഈ ഓയിലിൻ്റെ പ്രൈസ് ഉയരും. അപ്പോൾ അത്തരത്തിൽ ഉയരുമ്പോൾ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ വലിയ തോതിൽ അത് അലങ്കോലപ്പെടുത്തും. അപ്പോൾ ആ രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള മുറവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇതുകൂടാതെ ഇവരുടെ പ്രോക്സി വാർഫെയർ തന്ത്രങ്ങൾ, അതായത് ഈ ലെബനാനിലുള്ള ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകൾ എന്നിവരെ ഉപയോഗിച്ച് ഒന്നിലധികം ഈ യുദ്ധമുഖങ്ങൾ തുറക്കാൻ ഇവർക്ക് കഴിയും. അപ്പോൾ അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഫോക്കസ് മാറ്റാൻ സഹായിക്കും. ഇതുകൂടാതെ പർവ്വതങ്ങൾക്കിടയിലും അതുപോലെ ഭൂമിക്കടിയിലും ഇവർ നിർമ്മിച്ചിരിക്കുന്ന പല മിസൈൽ ലോഞ്ചറുകളും അത് തകർക്കാൻ അത്ര എളുപ്പമല്ല. ഇതുകൂടാതെ ഇവർ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാങ്ഷൻസ് കാരണം സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് സഹായമില്ലാതെ തന്നെ ആയുധ നിർമ്മാണം തുടരാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ അമേരിക്ക പോലെയോ ഇസ്രായേലിനെ പോലെയോ അൾട്രാ മോഡേൺ വാർ വെപ്പൺസ് ടെക്നോളജീസ് ഒന്നും ഇല്ലെങ്കിലും ഈ എണ്ണയുടെ സപ്ലൈ ചെയിൻ തകർത്തുകൊണ്ടും അതുപോലെ ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർച്ചയായി നടത്തിക്കൊണ്ടും ഈ യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയും.
അതുകൂടാതെ US-ന്റെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ വലിയ തോതിൽ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അവർ ഒരു സീസ് ഫയറിന് വേണ്ടി US-ന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും വളരെ ലോങ് ആയിട്ട് ഈ യുദ്ധം മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. ഒരു സീസ് ഫയറിൻ്റെ സാധ്യത ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 4 ആഴ്ചയോളം എടുക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം ഈ യുദ്ധം ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടുപോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഈ യുദ്ധം നമ്മുടെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വളറ്റിലിറ്റി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ വിപണി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ വിക്സ് വലിയ തോതിൽ ഉയരുകയുണ്ടായി. നിലവിൽ ഇപ്പോൾ അത് 17 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 13 എന്ന ലെവലിൽ നിന്നാണ് ഈ രീതിയിൽ ഏകദേശം 25% ഉയർന്നിട്ട് 17 എന്ന ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. ഇത് ഫിയർ ഗേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു പേടി അളക്കുന്ന ഒരു ഉപകരണമാണ്. ഇപ്പോൾ വിക്സ് പൊതുവെ ഒരു 15-ന് താഴെ നിൽക്കുമ്പോൾ നമ്മൾ പൊതുവെ മാർക്കറ്റ് ഒരു ശാന്തമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 15-ന് മുകളിലേക്ക് അത് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ നിക്ഷേപകർക്കിടയിലുള്ള ഒരു ആശങ്കയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഉദ്ദേശിക്കുന്നത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിഫ്റ്റിയിൽ 17% ഉയർച്ച താഴ്ചകൾ അത് ഇയർലി ബേസ്ഡ് ആയിട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിക്സ് ഇതേപോലെ ഉയരുമ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം വർദ്ധിക്കും. ഇത് ഓപ്ഷൻ വാങ്ങുന്നവർക്കും ചിലവ് കൂടും. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ വിക്സ് ഈ രീതിയിൽ ഉയർന്നത് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർധനമാണ്. നമുക്കറിയാം 2025 ക്രൂഡ് ഓയിലിൻ്റെ വില 20% താഴ്ന്നിരുന്നു. അതായത് 2020 കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും ഇയർലി ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇടിവാണത്. അതായത് 2020 കോവിഡിന് ശേഷം 5 വർഷങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2025 ശരാശരി ഏറ്റവും കുറഞ്ഞ വില ക്രൂഡ് ഓയിലിന് ഉണ്ടായിട്ടുള്ളത്. ഈ 2026 ആകുമ്പോൾ അതിപ്പോൾ വീണ്ടും ഉയർന്നിട്ട് 78 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയിൽ ഇന്ന് മാർക്കറ്റിൽ ഏകദേശം 18% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഏകദേശം 78% സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ സെൽ ഓഫ് എന്ന് പറയുന്നത് ഒരേപോലെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെയുള്ള ഒരു സെല്ലിംഗ് ആണ് നമ്മൾ കാണുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമയും മെറ്റലും ഒഴിച്ചു നിർത്തിയാൽ, കാരണം ഇത് രണ്ടും ഇന്ന് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ബാക്കി എല്ലാ സെക്ടറിലും ഏകദേശം 1% മുതൽ 2% വരെ ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇപ്പോൾ ചില സെക്ടറുകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെയിൻറ്റ് സെക്ടറിൽ, കാരണം പെയിൻറ്റ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അത് വർദ്ധിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, ഇൻഡിഗോ പെയിൻറ്റ്സ് ഒക്കെ ഏകദേശം 1% മുതൽ 3% വരെ ഇന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ഏവിയേഷൻ സെക്ടർ. വിമാനം പറത്താൻ ഉപയോഗിക്കുന്ന ATF അഥവാ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, അതിൻ്റെ വില സ്വാഭാവികമായിട്ടും ഉയരും. അത് വിമാന കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കും. കൂടാതെ സർവീസുകൾ വ്യാപകമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും അവരുടെ പ്രോഫിറ്റബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രധാനപ്പെട്ട 2 എയർലൈൻ സ്റ്റോക്കുകളായിട്ടുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷനും സ്പേസ് ജെറ്റും ഏകദേശം 5 മുതൽ 6% വരെ ഇന്ന് ഇടിഞ്ഞതായിട്ട് കാണാം. ഇതേപോലെയാണ് ടയർ നിർമ്മാണത്തിന് ആവശ്യമായ സിന്തറ്റിക് റബ്ബർ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് MRF, അപ്പോളോ ടയർ, സിയറ്റ്, JK ടയർ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പോലെയുള്ള ടയർ സ്റ്റോക്കുകളിലൊക്കെ 2 മുതൽ 4% വരെ ഇടിവ് രേഖപ്പെടുത്തിയത് കാണാം. ഇതേപോലെ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾ പ്രത്യേകിച്ച് അവർ ക്രൂഡ് ഓയിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിൽ വരുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് കുറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ BPCL, HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, MRPL പോലെയുള്ള സ്റ്റോക്കുകളിലും ഇടിവ് കാണാം. അപ്പോൾ തുടക്കത്തിലൊക്കെ വമ്പിച്ച ഇടിവ് 5 മുതൽ 6% വരെ ഇടിവുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരു സ്റ്റെബിലിറ്റി വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് 2 മുതൽ 4% വരെയുള്ള ഒരു ഇടിവാണ് കാണുന്നത്. അതുപോലെ ഓട്ടോ സെഗ്മെന്റിലും ഇന്ന് ശക്തമായ ഇടിവുണ്ടായി. മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ 3 മുതൽ 4% വരെ ഇന്ന് ഫോൾ ഉണ്ടായി. എന്നാൽ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. അതുപോലെ തന്നെ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ്, ഇത്തരം കമ്പനികളിലൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അധികം ഇന്ന് മുന്നേറിയത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡിഫൻസ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളാണ്. കാരണം നമുക്കറിയാം യുദ്ധം രൂക്ഷമാകുമ്പോൾ ആയുധങ്ങളുടെ ആവശ്യം കൂടി വരികയാണ്. അപ്പോൾ അത് ഇത്തരം സ്റ്റോക്കുകളിലുള്ള സ്പെക്കുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പരസ് ഡിഫൻസ്, ഐഡിയ ഫോർജ്, ഭാരത് ഇലക്ട്രോണിക്സ് ഇതൊക്കെ വലിയ തോതിൽ ഉയർന്നായിട്ട് കാണാം. തീർച്ചയായിട്ടും ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ച് FIAസിൻ്റെയും DIAസിൻ്റെയും ഒക്കെ ഡാറ്റകൾ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ മാർക്കറ്റിൽ എന്തായിരുന്നു എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം. അപ്പോൾ FIIs ഇവിടെ 3000 കോടിയുടെ ഒരു നല്ല തോതിലുള്ള ഒരു സെല്ലിങ് നടത്തിയെങ്കിലും DISന്റെ മാസീവായിട്ടുള്ള ബൈങ് ഏകദേശം 8500 കോടിയുടെ ഒരു ബൈങ് യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് മാർക്കറ്റിന് ഒരുവിധം പിടിച്ചു നിർത്തിയെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് 2 IPOകളുടെ ലിസ്റ്റിംഗ് ഡേ ആയിരുന്നു. ഒന്ന് ക്ലീൻ മാക്സ് എൻവിറോ എനർജിയുടെ ലിസ്റ്റിംഗ് ആയിരുന്നു. 1053 എന്ന ഇഷ്യൂ പ്രൈസിൽ വന്ന ഈ ഒരു IPO ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് 960 എന്ന ലെവലിലാണ്. ഏകദേശം 8% ലോസിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 3100 കോടിയുടെ വലിയൊരു IPO സൈസ് ആയിട്ട് പോലും ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ വലിയ തിരിച്ചടിയാണ് ഈ IPOക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇന്ന് ലിസ്റ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്കല്ല ശ്രീറാം ടിസ്റ്റെക്സ്. അത് 104 എന്ന ഇഷ്യൂ പ്രൈസിലായിരുന്നു വന്നത്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് 68 എന്ന പ്രൈസിലാണ്. അപ്പോൾ ഏകദേശം 34% ഒരു ലിസ്റ്റിംഗ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഈ ബ്ലഡ് ബാത്ത് നടന്ന മാർക്കറ്റിൽ ഈ IPOയും വലിയ തോതിൽ താഴേക്ക് പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.